പണ്ട് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ എനിക്കറിയാം, പിന്നെ താണജാതി എന്ന് നമ്മൾ പറയുന്ന ജാതിയിൽപ്പെട്ട ആളുകളെ ജോലിക്ക് വെച്ചാൽ ഉച്ചയ്ക്ക് നമ്മൾ വീട്ടിലെടുത്ത് ചോറുണ്ണുമ്പോൾ ഇവർക്ക് നിലത്ത് കുഴി കുത്തി ഇലയിട്ട് കഞ്ഞിയെ കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ വല്ല തോരനോ അവിയലോ കഴിച്ചാൽ കൊടുക്കാൻ പാടില്ല, അവർക്ക് പുഴുക്കും കഞ്ഞിയെ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ കൊച്ചിലൊക്കെ വീട്ടിൽ അത്യാവശ്യം എൻ്റെ കൊച്ച് ചായക്കോപ്പയിലോ കൊടുക്കാറ്റെന്ന് പറഞ്ഞ പോലെ അമ്മയോടൊക്കെ വഴക്കുണ്ടാക്കുന്നത് അവർക്ക് ചോറുണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കേരളത്തെ കൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിപ്പിച്ചതാരാണ്? നമ്മളിപ്പോൾ പിന്തുടരുന്ന രീതികളൊക്കെ തെറ്റാണ്, ഇത് ശരിയല്ല എന്ന് പറയാൻ ഒരു ആത്മീയാചാര്യൻ ഉണ്ടായതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും വലിയ ചൈതന്യ വെളിച്ചമെന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ പിന്നാലെ എത്രയേറെ ശബ്ദങ്ങളുണ്ടായി. രാഷ്ട്രീയമായി പിന്നെ ഉണർവുണ്ടായി. ദേശീയ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കിയെടുത്തതാണ്, നമ്മൾ സൃഷ്ടിച്ചെടുത്തതാണ് നമ്മൾ കിനാവ് കണ്ട ഒരു ആധുനിക കേരളം. ഇത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് കേരളത്തിൻ്റെ ഈ ഒരു പുരോഗമന മനസ്സ്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഒരു വലിയ പ്രഖ്യാപനം നടക്കുകയാണല്ലോ, കേരളത്തിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതിദാരിദ്ര്യരില്ല. അതിനെപ്പറ്റിയൊക്കെ വിവാദങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു ഭരണകൂടത്തിന് ഇതുവരെയുള്ള ക്ഷേമപ്രവർത്തനങ്ങളുടെ പ്രകാശം എത്താത്ത സ്ഥലങ്ങളിൽ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഉയർത്തിയെടുക്കണ്ടേ എന്നൊരു ചോദ്യം ചോദിക്കാൻ ഒരു ഭരണകൂടത്തിന് തോന്നിയത് മാനവികത കൊണ്ട് നിർവചിക്കപ്പെട്ട ഒരു പൊതുബോധം നമ്മളെല്ലാവരെയും നയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇതൊരു മറ്റൊരു സംസ്ഥാനത്ത് ഈ അതിദരിദ്രരെ കണ്ടെത്തുക എന്ന ഒരു ആശയം പോലും അവിടുത്തെ ഒരു നേതാവിനോട് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ കർമാർജിതമായിട്ടുള്ള കുഴപ്പം കൊണ്ട് സാധുക്കളായി ജനിച്ചു, അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്ന കർമ്മസിദ്ധാന്തത്തിലൂന്നിയ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഉദാസീനതയാൽ നയിക്കപ്പെടുകയാണ് ഭാരതത്തിൻ്റെ ഭൂരിഭാഗം ജനങ്ങളും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാനീ സഞ്ചരിക്കുന്നയാളാണ്. കഴിഞ്ഞ മാസം ഞാൻ ബീഹാറിൽ പോയി, പല സംസ്ഥാനത്തിൽ പോയി, ഗുജറാത്തിൽ പോയി, പലയിടത്തും പോയി. അവിടെയൊന്നും സാമൂഹ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. സാമ്പത്തികമായ മാറ്റങ്ങൾ, നമ്മളെക്കാളും വലിയ റോഡുകളും നമ്മളെക്കാളും വലിയ വ്യവസായങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ സാമൂഹികമായി മനുഷ്യരൊന്നാണ് എന്ന് വിചാരിക്കുന്ന, എല്ലാ മനുഷ്യരും നമ്മളെപ്പോലെ നന്നാവണം എന്ന് വിചാരിക്കുന്ന സമഭാവന നിർഭാഗ്യവശാൽ ഇന്ന് ഭാരതത്തിൽ ഞാനെങ്ങും കാണുന്നില്ല. നമ്മൾ എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്നവർക്കറിയാലോ, റിച്ച് ഗെറ്റിംഗ് റിച്ചർ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ധനികൻ കൂടുതൽ ധനാഢ്യനാവുന്നു. അതിൻ്റെ മറുവശം എന്താണ്? സാധുക്കൾ കൂടുതൽ സാധുക്കളാകും. കേരളത്തിൻ്റെ മനസ്സിന് ഇത് യോജിക്കുകയില്ല. ധനസമ്പാദനത്തിനും ആരും തെറ്റ് പറയുന്നില്ല. പക്ഷേ എല്ലാവരും മുമ്പോട്ട് പോകണം. എന്താണ് സംഘചത്വം, സമ്പദത്വം എന്നൊക്കെ പിന്നെ ഋഗ്വേദത്തിൽ പറഞ്ഞു. നമുക്ക് ഒന്നിച്ച് നടക്കാം, നമുക്ക് ഒന്നിച്ച് മുന്നേറാം എന്ന് പറയുന്ന ആശയത്തിന് കേരളത്തിൻ്റെ മനസ്സിലുണ്ടായ ഒരു പ്രതിഷ്ഠ, അതാണ് നവകേരളം. പഴയ കേരളത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ മാറുന്ന ലോകത്ത്, മാറുന്ന സാങ്കേതിക വിദ്യയുടെയും ഒക്കെ കാലഘട്ടത്തിൽ എന്തെല്ലാം പുതുമകളെ നമ്മൾ സ്വാംശീകരിക്കുമ്പോഴും, എത്ര പുതിയ മനുഷ്യരായി നമ്മൾ ജീവിക്കുമ്പോഴും, 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മോസ്റ്റ് അവെയർ ആയിട്ടുള്ള സിറ്റിസണായിട്ട് ജീവിക്കുമ്പോഴും നമ്മളിലെ കേരളീയത എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഉടുക്കുന്ന വസ്ത്രം കൊണ്ട് മാത്രം നിർവചിക്കപ്പെടുന്നതല്ല എന്നും, അതാണ് എനിക്ക് പറയാനുള്ളൊരു പോയിന്റ്. നമ്മുടെ കേരളീയത എന്നത്, മാറാത്ത നമ്മുടെ കേരളീയത എന്നത് നമ്മുടെ പുരോഗതിയിലുള്ള വിശ്വാസം കൊണ്ടും ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി ഉള്ള ഒരു പുരോഗമന ഇച്ഛ കൊണ്ടും നിർവചിക്കപ്പെട്ടതാണ്. നമ്മൾ നന്നാവണം, സകല മനുഷ്യരും നമ്മളോടൊപ്പം നന്നാവുകയും വേണം എന്ന ഒരു പ്രാർത്ഥനയാൽ നിർമ്മിക്കപ്പെട്ടതാകട്ടെ നമ്മുടെ പുരോഗമന മനസ്സ്. ആ പുരോഗമന മനസ്സിന് ഊനം തട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കലാണ് ഈ കേരളപ്പിറവി ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിൽ, നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള ഇടപെടലുകളിൽ, പൊതുജീവിതത്തിൻ്റെ ഇടങ്ങളിലൊക്കെ എൻ്റെ അടുത്തിരിക്കുന്നവരുടെ ജാതി എന്ത് എന്ന് ചിന്തിക്കാനുള്ള മൗഢ്യം മലയാളിക്കില്ല. ഇന്ന് ഇന്ത്യ മുഴുവൻ അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് എന്ന് നമുക്ക് ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ അത് മൗഢ്യമാണ് എന്നുകൂടി എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. കാരണം ഇന്ത്യ മുമ്പോട്ടാണോ സഞ്ചരിക്കുന്നത്, സാമൂഹികമായി പുറകോട്ടാണോ സഞ്ചരിക്കുന്നത് എന്നുകൂടി ചോദിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കേരളം സഞ്ചരിക്കുന്നത് പോലെ അല്ല ഇന്ത്യ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അറുപഴഞ്ചനായിട്ടുള്ള ആശയങ്ങൾ നമ്മുടെ വിചാരങ്ങളെയും നമ്മുടെ ധിഷണയെയും ഒക്കെ തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഞാനൊരു രാഷ്ട്രീയം പറയല്ല കേട്ടോ, കാലഘട്ടത്തിൻ്റെ അവസ്ഥ പറഞ്ഞു, ആതുരത പറഞ്ഞു എന്ന് മാത്രം. കേരളത്തിലും അതില്ലെന്ന് പറഞ്ഞുകൂടാ. കാരണം 3 വയസ്സായ കുട്ടി LKGയിൽ 4 വയസ്സായ കുട്ടി വന്ന് ചേരുമ്പോൾ അവൻ്റെ പേരെന്താ? എൻ്റെ പേര് മനോജ് മേനോൻ ആണ് വന്നിരിക്കുന്നത്. പണ്ട് ഞങ്ങളൊക്കെ ഈ മേനോനും നായരും ഒക്കെ വെട്ടിക്കളഞ്ഞവരാണ്.
അവനവന്റെ ജാതി പറയുക എന്നുള്ളത് അഭിമാനമായി കാണുന്ന ഒരവസ്ഥയിലേക്ക് കേരളം മാറിയത് നല്ലതോ ചീത്തയോ എന്ന് ആത്മപരിശോധന ചെയ്യണം. ജാതിയിലും മതത്തിലുമൊക്കെ ഇത്രയേറെ പ്രാധാന്യമുണ്ടോ? എൻ്റെ വിശ്വാസം, ഞാനും ദൈവവുമായിട്ടുള്ള എൻ്റെ പ്രണയം, ഞാനും ദൈവവുമായിട്ടുള്ളൊരു രഹസ്യധാരണയുണ്ടല്ലോ, എന്നെ നോക്കിക്കോണം, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തോളാം, അതാണ്, വേറെ ഒരു ധാരണയും വേണ്ട കേട്ടോ. എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി കൊണ്ട് ഞാൻ സംരക്ഷിക്കപ്പെടുമെന്നുള്ള വിശ്വാസം, അതാണല്ലോ മതപരമായിട്ടുള്ള ആത്മീയതയുടെ കാതലെന്ന് പറയുന്നത്. എല്ലാ മതങ്ങളും പറയുന്ന ഒരുപാട് ആശയങ്ങൾ ജീവിതത്തിൻ്റെ വിശുദ്ധി നിലനിർത്താനുള്ളതാണ്. ആ വിശുദ്ധി ഞാൻ നിലനിർത്തിക്കൊള്ളാം, എന്നെ തമ്പുരാൻ കാത്തുകൊള്ളണം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു ആത്മീയതയുണ്ടോ? ആ ഒരു ആത്മീയത വെച്ചിട്ട് എന്നെയും എൻ്റെ അടുത്തിരിക്കുന്നവനെയും തമ്മിൽ വേർതിരിക്കുന്നത് എന്തിനാണ്? അത്തരത്തിലുള്ള വേർതിരിവുകൾ ഈ നവോത്ഥാന കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവോ എന്ന് ചിന്തിക്കാൻ ഈ കേരള പിറവി ദിവസം നമ്മൾ മാറ്റിവെക്കണം. ഒരു 25 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നമ്മളുടെ മനസ്സിൻ്റെ വിശുദ്ധി കഴിഞ്ഞ കുറേ കാലമായി നഷ്ടപ്പെട്ടു പോയോ? നമുക്കും നമ്മളറിയാതെ തന്നെ നമ്മുടെ ഇടയിലും, പണ്ട് വയലാർ പറഞ്ഞതുപോലെ പുരോഹിതന്മാർ കന്മതിൽ കെട്ടി ഉയർത്തി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിലും മതിലുകൾ ഉയർന്നു എന്നൊക്കെ ആത്മപരിശോധന ചെയ്യാൻ കൂടി ഈ നവംബർ 1 ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.